ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് വളരെ വ്യസന സമേതമാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യണത്. നമ്മൾ അങ്ങോട്ട് പോയ ഉഷാറ് നമുക്ക് ആർക്കും തന്നെ ഇല്ല. കാരണം എന്താ വെച്ചാൽ കുറേ ദിവസമായിട്ട് ആൾക്കാർ പറഞ്ഞു ഇത് പെണ്ണാടാണ്, ഇതിനൊന്നും ചെയ്യരുത്, ഇതൊരു അമ്മയാണ്, എൻ്റെ അമ്മയാണ് മേഴ്സി, എൻ്റെ അച്ഛനാണ് മേഴ്സി എന്നൊക്കെ കുറേ പേര് പറഞ്ഞു. അതിലുപരി ഇത് പെണ്ണാട് എന്നതിലുപരി 3 ദിവസം നമ്മളടുത്ത് ഇതിനെ നിർത്തിയിട്ടുള്ളൂ. നിർത്തിയപ്പോത്തിന് എന്തായി, ആടായിട്ടൊരു വൈകാരിക ബന്ധം, ഇമോഷണൽ കണക്ഷനാണ് എല്ലാവർക്കും വന്നത്. എല്ലാവർക്കും അറ്റാച്ച്മെൻ്റ് ആയി ആടായിട്ട്. അപ്പം ഈ ആടിനെ കത്തിക്ക് മുന്നിൽ കൊണ്ടുവരാൻ എന്ത് ചെയ്യാനില്ല, ആർക്കും പ്രത്യേകിച്ച് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, വേറൊരു മാർഗം സ്വീകരിച്ചിരിക്കുകയാണ്. എന്താണെന്നുള്ളത് നമുക്ക് കാണാം. ഫോട്ടോ കിട്ടിയാ ആടെ പറഞ്ഞാണ് കുട്ടി. അപ്പോൾ ആടിനെ കൊണ്ടുപോകാൻ നമ്മളെ കൂടെ 3-4 സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. സംസുഖാക്കും കോയക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനുണ്ട്. ഇതിനെ പോവാ. ബിറ്റിന്റെ ധൈര്യത്തിലാണ് അവിടെ കുത്തിറക്കുന്നത്. ബിറ്റിന്റെ നല്ലൊരു സീൻ ടീച്ചറാണ്. അപ്പൊ സിദ്ദിനെ അവർക്ക് നമ്മളെ കൂടെ നമ്മള് ആടിനെ വാങ്ങി. അപ്പം ഇപ്പൊ നമ്മള് ആടിനെ തിരിച്ചു കൊണ്ടുപോവാണ്. അതിൽ എന്താണ് തോന്നുന്നത്? അതിലിപ്പോ എന്താ തോന്നുന്നുണ്ട്? അല്ലേ സങ്കടാണ്. അതായത് നമ്മൾ ആടായിട്ട് എല്ലാവരും ബന്ധായി, കണക്ഷൻ ഉണ്ടായി. നമ്മള് സർക്കിൾക്ക് വന്നു. അപ്പൊ തന്നെ പോവാ. അപ്പൊ ആട് പോവാണ്. കഴിഞ്ഞ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? എന്നെ കിട്ടിയില്ല. കഴിഞ്ഞ പരീക്ഷന്റെ റിവ്യൂ ചോദിക്കാം. ഇപ്പൊ ആഞ്ഞായില്ല. ഞാൻ പാഞ്ഞോ? ഞാൻ പാഞ്ഞുണ്ടാവും. എങ്ങനെ ഉണ്ടായിനി? 5 മാർക്ക്. അടുത്ത പരീക്ഷ എന്താണ്? നാളെ കെമിസ്ട്രി. എക്സൈറ്റഡ് ആണ്. കണക്ക മാത്സാ? കെമിസ്ട്രി. അപ്പൊ സംസുഖാക്കിയും കോയക്കുട്ടിയാക്കിയൊക്കെ ഉണ്ട് കേട്ടോ. ആടിനെ കൊണ്ടാക്കുന്നതിൽ എന്താണ് ഉമ്മച്ചിക്ക് എന്താ പറയാനുള്ളത്? മാണിക്കക്കല്ല് പോവാണ്. ഞാൻ ഇതിനോട് വല്ലാതെ കമ്പനി ആകാൻ പോകാനാണ്. എനിക്ക് കൊണ്ടാക്കലൊക്കെ ഭയങ്കര സങ്കടം. നമ്മളെ കുഞ്ഞേട്ടനെ പണ്ട് കൊണ്ടാക്കിയ മാതിരി കരഞ്ഞിട്ട് നമുക്കൊക്കെ പാടെ സങ്കടാവും. ഞാൻ അതിനെ വെറുതെ ഞാൻ ഇതിനോട് കമ്പനി ആകാൻ തന്നെ പോകാൻ. ഞാൻ അതാ എനിക്ക് അത് ഇടങ്ങാറാണ്. അതാണെങ്കി ഒരു നോക്കാനും കുഞ്ഞിപ്പങ്ങളെ മാതിരി അല്ലേ, എന്തൊരു പരിചയം. ഇനി എന്തറിയോ, ആട് നില തായ്ക്കൊണ്ടേ എന്നിട്ട് നമ്മള് കയറ് ഇതാക്കി വിട്ടേ. അത് തിരിച്ചു വന്നപ്പോ ഗേറ്റിന്റെ അവിടെ വന്നിട്ട് അങ്ങോട്ട് നോക്കിയാണ്ട് അത് സ്വന്തം കേറി ഇവിടെ വരെ വന്നത്. പെട്ടെന്ന് പരിചയായി. അതാണേ, ഓരോ ബത്തക്ക ഫുള്ള് മുറിച്ചിട്ട് എടുക്കാൻ ആടിനെ. മൂത്രയിച്ചോ? എന്ത് ആടിന് ഭയങ്കര ബന്ധാവുകളായിട്ട് പേരും വാച്ച് കാണിട്ടോ. കിട്ടിയ ഓട്ടോ ഇതെല്ലാം രസമുണ്ട്. പോവല്ലടാ, കൊണ്ടേക്ക. ഒരു സ്കൂട്ടി എടുത്തോളി, ഒരു ടീം. അപ്പൊ എന്താ വെച്ചാൽ ഇതിന് നമ്മളോട് 2 തരം ആൾക്കാരാണ് പറഞ്ഞത്. നമുക്ക് എന്താ വെച്ചാൽ ഇങ്ങളെ നമ്മൾ വാല്യൂ ചെയ്യണുള്ളതിന്റെ ഒന്നാമത്തെ റീസണാണ് നിങ്ങൾ പറഞ്ഞ നമ്മൾ അതുപോലെ കേട്ടു. അതായത് നല്ല ഉപദേശങ്ങൾ നമ്മൾ എപ്പോഴും സ്വീകരിക്കും. ആൾക്കാർ പറഞ്ഞു അതിന് അകടൊക്കെ നിറഞ്ഞിട്ടുള്ള പാല് തരുന്ന ആളാണ്, അതിനെ അറക്കരുത് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അറക്കാൻ കൊടുക്കുന്നത് തന്നെയാണ് ആടിനെ. അപ്പം അറക്കാതെ സ്കൂട്ടി ഇപ്പോൾ കയറ്റി അപ്പം അറക്കാതെ നമ്മൾ തിരിച്ചു കൊണ്ടുപോവുകയാണ്. പിന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് അതിനെ വളർത്താനുള്ളതാണ്. ഞാൻ ഉള്ളത് പറയല്ലോ, ഇവിടെ ഈ പെരൻ്റെ പണി വരെ നടന്ന ടൈമിൽ കരാർ ഒരു ടീമിനാണ് കൊടുത്തിട്ട് ഒരു ടീമാണ് എടുത്തേക്കിനി. ഇവിടെ ആളില്ലേനി. അപ്പം ഇവിടെ ആളുണ്ടാവില്ല. പല സമയത്തും ഓരോരുത്തർ ഒറ്റക്കാവും, ഇമ്മച്ചി ഉണ്ടാവും. പക്ഷെ എല്ലാവരുടേതായ പണികളിൽ മുഴുകി നിൽക്കണം. ആടിനെയും കൂടി നോക്കാനുള്ളൊരു കാലിബറും ക്യാപ്പബിലിറ്റിയും ഒന്നും എല്ലാവർക്കും ഇല്ല. അപ്പം ഏത് നേരത്താണോ ആടിനെ വാങ്ങാൻ തോന്നി, ആകെ ഇടങ്ങേറായി. പോവാ. വണ്ടിമേൽ ഇപ്രാവശ്യം വേറെ ആൾക്കാർ ടെസ്റ്റ് ചെയ്യട്ടെ ആടിനെ കൊണ്ടുപോകണം. പോവാ. അപ്പൊ നമുക്ക് പോയോക്കാം. വരി, ആടിനെ പിടിച്ചോളി. പോവാ. സ്കൂട്ടി എടുക്ക്. നീയാലേ സ്കൂട്ടി എടുത്താണി.
ഇതെടുത്തോ, ആക്സസ് എടുത്തോ. ആക്സസിന്റെ ചാവി കിട്ടിയോ? ആടിനെ അതിന്റെ മുതലാളിക്ക് കൈമാറുന്ന രംഗമാണ്. മൂപ്പര് ചീത്ത അറിയില്ലല്ലോ. നാളെ പോകും മൊത്തത്തിന്. ആ മനസ്സിലായി. സ്വയം ആത്മഹത്യല്ലാടെ ഇങ്ങോട്ട് അങ്ങോട്ടല്ല ഇങ്ങോട്ട് പോവാ. അങ്ങനത്തെ വണ്ടിമ കേറിയ പരിചയം ആട് കൊടുക്കും ആട് എടുക്കും അങ്ങനത്തെ വണ്ടിമേ. ചായ എടുത്തോ. ആ സൈഡില് ഒരാൾ പിടിച്ചാ മതി. അങ്ങനെക്കൂല, അത് ചാടു റോട്ടില്. ഇനി അവിടെ 2 ദിവസം നിന്ന് നോക്കിട്ടാ. മത്തക്കത്തോലൊക്കെ എന്താ കൊട്ടിയോ ഓടോ? ബാ എടാ സ്കൂട്ടി തിരിച്ച് സൽമാൻ എടുത്തു. ഓ സൽമാൻ എന്താ മറ്റേ പെരുന്നാൾ നിസ്കാരത്തിന് പോവാണല്ലോ. 500 വന്നിട്ടുള്ളൂ ഫൈൻ. ആണോ? കിട്ടിയോ? ക്യാമറയിലോ? കൈയൊക്കെ ഇങ്ങനെ ഉത്തിയാൽ ഷൈൻ ചെയ്ത് നിൽക്കില്ല. നല്ല ക്ലിയർ ഉണ്ടാവേ. അപ്പൊ അൽസാജിക്ക സ്പോൺസർ ചെയ്താണ് കേട്ടോ ഈ തുണിയൊക്കെ. നമ്മളെ തുണികളൊക്കെ കുറെ മുണ്ടുകൾ തന്നിട്ടുണ്ട്. വരും ബ്ലോഗുകളിൽ മുണ്ടുകളൊക്കെ കാണാം. അത് നിയാലിന്റെ മുണ്ട്, ഒരുപാട് മുണ്ടുകൾ തന്നിട്ടുണ്ട്. ബാഗണ്ണ കുളിക്കാനാ ഇത് ഉടുക്കട. H&Mന്റെ കോസ്റ്റ്യൂം ഇട്ട് ആടിനെ കൊണ്ടാക്കാന്. H&Mന്റെ മോഡൽ ഇതാ. ആഫിയെ സംസോക്ക ആയി അല്ല അമ്മച്ചി പിടിച്ചണ്ട. സൽമാൻ കേറ്. ആ ഫൈൻ കിട്ടിയതാ. നല്ല ഫോട്ടോ. ഫൈൻ വന്നാണ് ഫോട്ടോ കാണിച്ചു. സംസാക്കാക്ക് ഒരു ഫൈൻ കിട്ടിക്കണ് ഗൈസ്. സങ്കടാണ്. പക്ഷെ അതായത് കുട്ടികൾക്കൊക്കെ പാല് കൊടുക്കും. നമുക്ക് ചെക്കന്മാരെ മതി. ഒരു വിരുന്നേരത്തി വന്നതേ 2 ദിവസത്തിലൊരു വിരുന്നേരത്തി ഈ ലൂപ്പിക്ക് വന്നതേ. ഞാൻ പിടിക്കൂ. സൽമാൻ പിടിക്കൂലേ? ഞാൻ വന്നപ്പോഴേ ഇങ്ങനെ പൊത്തി തേക്കുക. പൊയ്ക്കാണ് ഓന് ബേക്കൂലതേ. കൊണ്ടുപോകല്ലേ? ഇതാടാണ്, ആമിനിയല്ല. അടുപ്പിച്ച് പിടിച്ചോ. അതൊന്നും ആറാമൊന്നുമില്ലേ? എടാ ചാവിയാ അഫി, ചാവി. ഇത് പോവാ. ഞാൻ എടുക്കാം. പെട്ടെന്ന് പോകേണ്ടതുകൊണ്ടാണ് ഞാൻ എടുക്കാം. പോവല്ലേ? അതുപോലെ പോയി വരാം ഗൈസ്. നീ ഒച്ചമുണ്ടാക്കണേന് ഞാൻ കുത്തി. ഞാൻ നല്ല കുത്തിട്ടിരിക്കണ ഇവിടെ. വണ്ടി മാന്തുണ്ട് ഇജേ ഇങ്ങനെ വിട്ട് പിടിച്ചിട്ടാണ് അടുപ്പിച്ച് പൊടി. വെള്ളമ്മക്ക് അടുപ്പിച്ച് പൊടി.
പള്ളമ്മക്ക് ഇപ്പൊ പിടിച്ചാറിയില്ലേ ഇപ്പൊ പിടിച്ചാറിയില്ല അങ്ങനെയല്ല ഇജ് ഇരിക്കണ ശരിയല്ല സൽമാനെ ഓനെ മേത്തേക്ക് കയറ്റി കൊടുക്കും താഴത്തേക്കല്ല ആ അതാണ് വേണ്ടി ഇജ്ജ് അടുപ്പിച്ച് അങ്ങോട്ട് പോയിട്ടാണതേ ഇങ്ങോട്ട് അടുപ്പിച്ചിരി ആ ഇനി പോട്ടെ വലൈക്കും അസ്സലാം. എന്താ വർത്താനം? എന്താ വെച്ചാല് നമുക്ക് അതിന് അറ്റാച്ച്മെന്റ് ആയി ഭയങ്കര. ആയിക്കോട്ടെ, ഞാനതപ്പം പറഞ്ഞാൽ അതിനെ കൊണ്ടേക്കൂളി ആകെ ഇടങ്ങേറായി. അതിലും വലിയ കൂറ്റുണ്ട്, അതിന് ആ ഫോട്ടോ എടുത്താനേ പോയിട്ട് വരി. എന്താ വർത്താനം? നിങ്ങളെ വീഡിയോ കണ്ടിനോ? നമ്മളെ പുതിയ ഇറക്കന്മാരുണ്ടോ? പുതിയ അവതാരങ്ങൾ. അതിലേ വരണ്ടേ ഇവിടെയല്ലേ? ആ ഇപ്പൊ ഓണായിട്ടോ ഫുള്ള് സൗണ്ട് ആക്കല്. മറ്റേത് പോയപ്പോ വലുത് എന്താണിത്? പറ്റായിട്ടല്ലേ? പറ്റല് കൂടി നല്ലോണം പറ്റി. എന്നിട്ട് അതിനാകെ സങ്കടമായി നമുക്ക്. പട്ടിയോ? എന്ത് പട്ടിന്റെ എഞ്ചിനാ കടിച്ചുട്ടോ കാഫിയെ? ഭയങ്കര റിഫ്ലക്സ് ആക്ഷൻ ആട്ടോ. ഇത് ഇന്നെ മാറി ഒന്ന് സംസാരിച്ച ഇതാണല്ലേ? ഇത് പറ്റണല്ലേ? മൈക്ക് ഇപ്പൊ തന്നീനി കടിച്ചു മുറിച്ച് തിന്നീതേ. എന്റെ സൗണ്ട് കിട്ടില്ലേ? സൗണ്ട് ആക്കി ആടെ ഇത് എക്സോസ്റ്റ് മാറ്റിക്കണേ. താടിയൊക്കെ ഉണ്ടേ. തൊട്ടോ ഇവിടെ തൊട്ടാ കടിച്ചത് എന്താ പട്ടിയോ? അറിയാൻ തൊടാം. അറിയാം അങ്ങനെ തൊടാൻ പാടില്ല. നമ്മളതിനൊക്കെ കാന്തിണ്ട് തിന്നണ ഹാർഡായിട്ടോ. കുറച്ച് എടാ സൗദിന്റെ അതേ മുടിട്ടാ. സൗദിന്റെ സെയിം മുടി ആടിന് വന്നിട്ടത്. ഇതേ മുടി കൊരക്കണ്. ചെവിയൊക്കെ നോക്ക്. ആ ഒരു പെരിയിലേ ഒരാട് തള്ളാടുള്ളൂ, വേറെ ആടയിലില്ല. അതതിന് അങ്ങനെ സ്വഭാവം. ആടിന് കൂളിംഗ് ഗ്ലാസ് എടുത്തോട്ടെ. ആ കൂളിംഗ് ഗ്ലാസ് എനിക്ക് കിട്ടൂട്ടോ. പിന്നെ എടുത്ത് തൊട്ടാ മതി. ഇതെങ്ങനെയുണ്ട് പോക്കറ്റില്ലേ? ചോദിച്ചോക്കാം. കോഴിക്കുട്ടിയൊക്കെ അതിനെങ്ങനെയാണല്ലോ ആ ചുമപ്പിന് അത് കൂടോ? എത്ര റുപ്യ ചോദിച്ചോക്കി? ഏതാണ് ഒരു ചുമപ്പ് ഇവിടെ? ഏത് സൗദിന്റെ കൂടില്ലേ? കുത്തൂട മറ്റേ തന്നെ. ആ ആ ഇത് സീനട്ടാ. മുത്തേ മുത്തേ
മുത്തേ ഇത് കറക്റ്റ് ആട് കേട്ടോ. മുത്തേ എന്താ ഇതിന്റെ ചീസ് എന്താ കാഞ്ചീപുരം പട്ട ഇതിന് 50 വയസ്സ് എന്തായാലും ഉണ്ടോ? 50 വർഷം ഇതിനൊരു ഇത് കൊടുക്കാൻ തന്നെ പേടിയാണ്. ഇല കൊടുക്കാൻ കളിപ്പിച്ചതിന് സൈസ് നോക്ക്. അതിനെങ്ങനെയാ? ഓ നമ്മളെ ആളില്ലേ അതിന്റെ വലിപ്പം നോക്ക്. അതിന്റെ വലിപ്പം നല്ല നമ്മളിട്ട് അതിനിറക്കിയാകെ ഒച്ചിമുളിയാക്കൂലേ? അലമ്പുണ്ടാക്കൂലേ കാണുമ്പോലേ? ഇറച്ചിന്റെ അല്ലേ വിക്രസിതാണ്. അങ്ങനെ വളർന്നപ്പോഴേ വ്യത്യാസമാണ്. ഇതന്ന് ആടല്ലേ? ചങ്ങല പൂട്ടുണ്ട്. ആടെ ഒറ്റക്കാണി അന്ന് പറഞ്ഞത് ഒറ്റക്കാണി ഒരു കുഴപ്പമില്ല. ഈ ആടുകളൊക്കെ കണ്ടിട്ടാണത്. മാർക്കോ സൽമാന്റെ പോലെ ഇതിനെ കൊണ്ടുപോകല്ലേ നിമിഷ? സൽമാൻ ആടിന് സൗണ്ട് ഉണ്ടാക്കി. ആടങ്ങട്ട് അടങ്ങേറായി വീർപ്പ് നായ്ക്കളെ കൊണ്ട് കുടുങ്ങിയാലോ? സ്വയം മൂത്രയിച്ച് കുടിക്കേ. സ്വയം മൂത്രയിച്ച് സ്വന്തം മൂത്രം കുടിച്ചാ. ഫുൾ മൂഡിലാവുന്ന സൽമാദിനെ എങ്ങനെ പിടിച്ചാലും കുഴപ്പമില്ല. ഇതിനുള്ള കുട്ടോക്കെ ഇതിനുള്ള കൂടെ എല്ലാത്തിനും കിട്ടൊക്കെ ചെയ്യും. സൈസൊക്കെ ബോസിന്റെ ഈ ചോന്താടെ എല്ലാ രസമല്ലേ? നമ്മളെന്താ നമ്മള് സ്നേഹിച്ചു വാങ്ങിയാല് നമ്മള് പരടെ എടുക്കൂലേ? പിന്നെ അതിനായിട്ട് ബന്ധവും. അത് ചിരിച്ചാണ് ഞാനേ. ചിരിച്ചാണ് ഞാൻ ഉണ്ടാക്കിയില്ല. ആയിക്കോട്ടെ. പെരുന്നാൾക്കൊക്കെ പോലെ ഇക്കാണ്ടാവും. പറഞ്ഞല്ലേ ഇത് സീനാട്ടോ. കൂടിയാലും കുടിയിലല്ലേ. നേരത്തെ ഫുഡ് കഴിച്ചതാ. മന്തി കഴിച്ചല്ലോ. മന്തി മന്തി അതെ ഇത് വലിയാടാ. സുർബാനി മന്തി. ഇത് വലിയാടാ. ഉണ്ടാവും ഇറച്ചിണ്ടാവും. സൽമാൻ കത്തിണ്ടല്ലേ? മൂത്രയിച്ചുണ്ടേ? മൂത്രയിച്ചുണ്ട് കാരണം ഒളിഞ്ഞു നോക്കണ എന്തിനാ? ഇവല് കുത്തായിട്ടോ. പോരത് എന്താ പഠിച്ചാള് പറയ്. ചോദിച്ചു ലാസ്റ്റ് ഇത്ര പോലെ കെട്ടിട്ടാ അങ്ങനെ കിട്ടുമല്ലോ. അടുത്ത ആടിനെ എടുക്കില്ല. ഇല്ല പറയുന്നില്ല. കാപ്പി
ഇമോഷണൽ സീനാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഇമോഷണൽ സീനാണ്. അനു കറി അനു റൊമാൻറ്റിക് ആവുന്നുണ്ട്. ഇതിനെടുത്താലോ പൈസ കൂടും. ഓ കുറച്ച് ഫാഷനായിട്ട് പക്ഷെ ഒരു ഫാഷനബിൾ ആടാണ്. ആടാണ് ന്യൂജന ജെൻസി എൻ്റെ സൈഡിൽ പോയി നോക്കടാ. ഫാഷനേറ്റ് ആണ് ആള്. കേൾ ചെയ്തിക്കണ ഹെയറൊക്കെ കൂളാണ്. ആള് കൂൾ ബഡ്ഡിയാണ്. ജോലേനൊക്കെ ഉള്ള ആടാ. ആയില്ല കേട്ടോ ജിംഷാനെ പോലെ അഹങ്കാരില്ല. തന്നെത്താനെ കൊല്ലി കെട്ടിപ്പിടിച്ച സൂയിസൈഡ് ടെൻഡൻസി ഇല്ലാടാണ്. സെൻട്രൽ ഫ്രഷ് കഴിക്കൂ. അപ്പൊ 3 ആൾക്കാരെ കാട്ടിയിട്ട് കുത്തോ ഏതായാലും ഇത് പ്രത്യേക ലുക്ക് ഉണ്ട് കേട്ടോ. ഒരു വേറെ തന്നെ വെറൈറ്റി ലുക്ക്. ഒരു ഫ്രഞ്ച് ടച്ച്. എവിടുന്നാ ബാക്കിലാട്ടോ ഇരിക്കണേ. ആരും അറിഞ്ഞും കൂടിയില്ല. അല്ല ഒന്നാ മൂത്രേച്ചില്ലേ സങ്കടം ഉണ്ടോ എനിക്ക്? എന്നാ ജോട്ടിയാ മതി. ഞാൻ എടുക്കൂലേ എന്താ അഞ്ചേ 36 വിളിച്ചത് അശ്മിൽ. അങ്ങനെ പറ്റണേ അലമ്പിന് ഗോൾഡ് മെഡൽ കിട്ടിയവനാണ് ഇവൻ. റിനാൻ കേറി റിനാൻ പിടിച്ച റിനാനെ ഇത്ര വെൽപ്പല്ലേ കേറിക്ക റിനാൻ പേടിയില്ല അത്ര പാടില്ലല്ലോ. ഞാൻ വിട്ടു ആടിനെ. ഇല്ലല്ല വിടല്ലേ അഫിയ ഒരു ചാക്കിട്ടോ ചാക്കത്തൊക്കെ അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ആ ചാക്കിട്ടേ കയറൂലേ? നോക്കി കുത്തൊന്നുമില്ലല്ലോ. ഒന്നും ചെയ്യില്ല മുത്തേ. ധൈര്യം ഉണ്ട് കുട്ടിക്കാണ് റിനാന്. അടുത്തേക്ക് അല്ല കണ്ണട അടുത്തേക്ക് എന്റെ മോന ഇടിവളി വാങ്ങാം ഫോണൊക്കെ കാലുമട്ട ചാക്ക് വരുന്നുണ്ട്.
പിന്നെ ചാക്കിന്റെ ഇവിടെ ഇരിച്ചാല് ഞാൻ വീട് കണ്ടേ എടാ എനക്ക് അടിച്ചിട്ടൊന്നുമില്ലല്ലോ അതിന്റെ ഫസ്റ്റത്തെ 2 കാല് പിടിയടാ ഈ കാലൊന്ന് കെട്ടിക്കൊടുക്കും കാലൊന്ന് കെട്ടിക്കൊടുക്കും നിങ്ങള് വിട്ടോളി അത്ര വലുപ്പല്ലേ ഒരു പറ ചോറ് വെച്ചു ഞങ്ങള് 10 കിലോ ആട് കുഴിച്ചാ പറ്റി അവിടെ എന്ത് കാട്ടുള്ളത് ഈ കാലും കൂടി കെട്ടിയാ കഴിഞ്ഞു അതിന് ഒന്നും ചെയ്യാൻ കഴിയില്ല ചെയ്യാൻ പറ്റില്ല അതിനാണ് ഈ കാല് കയറ്റി പിടിച്ചോണ്ടല്ലോ എന്ത് പറ്റ പട്ടിയ പെരേക്കുട്ടോളി നേരെ പെരേക്കുട്ടോളി നേരെ പെരേക്കുട്ടോളി കോട്ട വണ്ടി പേരേക്ക് What's up, bro? നല്ലടാ ആട്ടുമൂത്രാണ് സകല ആയുർവേദത്തിന്റെ മരുന്നുകളും മൂത്രക്കിന്റെ കാലിങ്ങനെ വൈഡാക്കി പിടിച്ചെടുത്താ അതിന് മുന്നേ പോവാ പോണ പോക്കിലയക്കൂല പോവാ ഇറങ്ങിട്ട് കാണാൻ മൂത്രയിച്ചോ വണ്ടി വന്നോ ഇപ്പൊ മാറ്റി ആളെ മാറ്റി ആളെ മാറ്റി ആണാടിനാക്കി ഐശ്വര്യം ഐശ്വര്യം ആണോ എവിടുന്ന് കുത്തി ചെയ്തോ ബോസേ ബോസ് സ്ഥലം നിരീക്ഷിക്കുക നിക്കണ നിർത്ത നോക്ക് ആ ഇവിടെ വാ ഇതിനിങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ആ ഇങ്ങോട്ട് വാ എന്തില്ലോ എന്താ CNG എന്നോടേ പോയി കാണാ ബോസ് ഇത് തുറന്നപ്പോളേ ഇതിങ്ങനെ തുറന്ന് കാണിച്ചെടുത്തേ വാ നൈട്രോ ഒക്കെ ഉണ്ടാ ഇതെന്നെ വരി കൊണ്ടല്ലോ നല്ല അടങ്ങായി തിന്നുന്ന് വെച്ചാ തിന്നല്ല റെഡിയാ മറ്റോടെ ഞാലും നമ്മള് എന്തിനാ വാങ്ങിയിട്ടുണ്ടാവാ വാങ്ങപ്പോ തിന്നണ്ടാവും വളർത്തണത് കൂടാണ് നമ്മളെ ഇത് കൂടോ ആ ഇതിനുള്ളിലാണ് സെറ്റപ്പേ ഇത് ഉപയോഗിച്ചിട്ടില്ല ഇത് ഉണ്ടാക്കിയേ നമ്മള് പക്ഷെ യൂസ് ചെയ്തിട്ടില്ല അപ്പൊ നമ്മളിത് കൂടാക്കി പണ്ടത്തെ ഏറ്റവും പഴയ അല്ലേ അപ്പൊ ഈ ചെറുപ്പത്തിൽ തിന്നല്ല ഈ എനിക്കറിയില്ല
ഇജ് കഴിക്കല്ല ചെറിയ ആടിനെ ഞാൻ പിന്നെ വാങ്ങല്ലേ കുഞ്ഞാടിന്റെ ഇറച്ചിയൊന്നും കഴിച്ചിട്ടില്ല എനിക്കറിയില്ല കഴിച്ചിട്ടില്ല ഓർമ്മ ഉണ്ടാവില്ല അല്ല പീടി പോയി വാങ്ങല്ലേ അപ്പൊ ഇങ്ങനെ അറിയില്ല കുറച്ച് പ്ലാവിന്റെ വെട്ടിക്ക പോയിട്ട് ഇവിടുന്ന് വിറ്റ് എങ്ങനെ ആടെങ്ങനെ കയറുത്തുന്നാണ് ആടിനെ നിമ്മ കയറ്റിയ നിന്റെ ആസ്പെലോസിന്റെ മേലേക്ക് കുറച്ച് പ്ലാവിഞ്ചിന്റെ വെട്ടിക്കാണി സൗദേ നിങ്ങളെ കൊണ്ടൊരു ഉപകാരം കിട്ടട്ടെ കുറച്ച് പ്ലാവിഞ്ചിന്റെ വെട്ടിക്കാണി അവിടെ ഇപ്പൊ പാവായി ഇവിടെ പാവായി മറ്റോടത്ത് ഫുള്ള് ദും ദും എന്നൊക്കെ പറയണതുണ്ട് ഇവിടുത്തെ പ്ലാവിലെന്താ ആടെ എന്ത് മറ്റേ വെറും പൊള്ളയാണ് ഇറച്ചിണ്ട് കാലൊക്കെ ഉണ്ട് തോന്നി കുറച്ചുകൂടി അല്ലേ ഇത് മിൽമന്റെ ആടാ ഈ പോല് മിൽമയിൽ നിന്ന് തന്നെ മന്തി എന്നാ ഉണ്ടാവില്ലേ ആട് മന്തി വെച്ചാ എന്താ എനിക്ക് മതി നല്ല ടേസ്റ്റ് ചീറിയ ആഫി എന്താ സുഹൃത്തുക്കളെ നമ്മൾ ആടിനെ കൊടുത്തിരിക്കുകയാണ് തിരിച്ചു കൊടുത്തു അപ്പം എന്താ വെച്ചാൽ വലിയൊരു സന്തോഷമൊന്നും എല്ലാവർക്കും ഇല്ല എല്ലാവരും ഒരു ഇടങ്ങേറിൻ്റെ മൂഡിലാണ് അതിനെ കൊടുന്നതും നിങ്ങൾക്കറിയാം കഴിഞ്ഞ വീട്ടിൽ നമ്മൾ ആടിനെ കൊടുന്നതിൻ്റെ ആ ഒരു ആരവ ആഘോഷമൊന്നുമില്ല ആകെ ഇടങ്ങേറായിട്ടാണ് കൊടുന്നത് നമുക്ക് എടുക്കുക വേറെ കൊറ്റനാടിനെ എടുക്കല്ലാതെ വേറെ ഓപ്ഷനും ഇല്ല കാരണം നമ്മളെല്ലാവരും നമുക്കൊരു തുറവി വെക്കാനാണ് നമ്മൾ ആടിനെ വാങ്ങിയിട്ട് എല്ലാവർക്കും മന്തിയൊക്കെ വെക്കാൻ അപ്പം ഇനി എന്തായാലും പൂർവാധികം സന്തോഷത്തോടെ വേറൊരു വ്ളോഗ് വരുന്നതായിരിക്കും വേറെ വ്ളോഗിൽ കാണാം അടുത്ത വ്ളോഗിൽ കാണാം ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണ്ട സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ആടില്ല ആട് പോയി മുതൽ ആഗ്രഹിക്കരുത് ആട് പോയി എല്ലാവരും മന്തിയിൽ റെഡിയാവുന്നേ നീ ഞങ്ങളൊന്നും ആടിനെ കളിപ്പിച്ചാൻ പോണില്ല മന്തി തിന്നാനോ മന്തി തിന്നാണ്ടാവും എല്ലാവർക്കും തിന്നാൻ കുഴപ്പമില്ല മറ്റേ ആടിൻ്റെ മണം ആടിൻ്റെ മൂത്രം എന്നാണ് പറഞ്ഞു നിൽക്കണം അപ്പോൾ എന്തായാലും മറ്റൊരു വ്ളോഗിൽ കാണാം ഗൈസ് ബൈ ബൈ